ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു ദേവതയുണ്ട്. ആ ദേവതയുടെ കയ്യിൽ കരിമ്പുണ്ട്. ഹിന്ദുക്കൾ ആരെങ്കിലും ഉണ്ടോ? ത്രിപുര സുന്ദരി, ത്രിപുര സുന്ദരിയുടെ പടം എടുത്ത് നോക്കുക. ത്രിപുര സുന്ദരിയുടെ കയ്യിൽ ത്രിപുര സുന്ദരി ഒരു കരിമ്പ് കുത്തി പിടിച്ചിട്ടുണ്ട്. എന്താ സന്ദേശം എന്നറിയാമോ? അത് കഴിക്കാനാണ്. ചിത്രഭാഷയാണത്. ചിത്രഭാഷ എന്ന് പറയും. ചിത്രഭാഷയിലൂടെ പറഞ്ഞു തന്നിരിക്കുകയാണ് ഇത് കഴിക്കുക എന്ന്. അല്ലെങ്കിൽ പിന്നെ കരിമ്പ് പിടിച്ചിട്ട് നിൽക്കാനായിട്ട് ത്രിപുര സുന്ദരിക്ക് എന്താ ആവശ്യം? അത് സങ്കല്പമാണ്. സങ്കല്പം മനസ്സിലല്ലേ? ഈശ്വര സങ്കല്പങ്ങളാണ്. ദേവതാ സങ്കല്പം. അതായത് ദേവത അതിനകത്ത് കരിമ്പുണ്ടോ? കരിമ്പില്ലേ? ത്രിപുര സുന്ദരി, അതിനകത്ത് കരിമ്പുണ്ട്. ത്രിപുര സുന്ദരിയുടെ കയ്യിൽ കരിമ്പെന്തിനാ പിടിപ്പിച്ചേ? അങ്ങനെ നോക്കുമ്പോഴാണ് ഭാരതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകാൻ പോണത്. ഭാരതം എന്തായിരുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യർ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ആരാധനാ ഭാഗങ്ങളിലേക്ക് അന്വേഷണ ബുദ്ധിയോടെ കടന്നു ചെല്ലണം. മനസ്സിലായില്ലേ? അക്ഷരാഭ്യാസമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, അവൻ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങളിലേക്ക് അന്വേഷണ ബുദ്ധിയോടെ കടന്നു ചെന്നാൽ മനസ്സിലാവും ഈ സാധനം എന്നാണ്. ഭാരതം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഭാരതം എന്തായിരുന്നു എന്നറിയണമെങ്കിൽ ഇന്നത്തെ ഭാരതത്തിൻ്റെ കാര്യമല്ല. ഇന്നത്തെ ഭാരതം 1000 വർഷം അടിമകളാക്കപ്പെട്ട മനുഷ്യരുടെ സന്തതി പരമ്പരകളാണ്. അവർക്കത് മനസ്സിലാവില്ല. 200 വർഷം ഈ മനുഷ്യരിൽ ഒരു ജീൻ മാറ്റം സംഭവിച്ചു പോയിട്ടുണ്ട്. അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. അതിനെയും അതിജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോഴേ ഇത് കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. സാധനം എന്തായിരുന്നു, എന്തിനാണ് ഇതിനെ ആരാധിച്ചിരുന്നത്, എന്തിനാണ് ആചാരങ്ങൾ എന്തിനായിരുന്നു എന്നൊക്കെ പിടികിട്ടണത് അപ്പോഴാണ്. അതുപോട്ടെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് പോയി. പക്ഷേ ഞാനിത് നിങ്ങളോട് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളുടെ മുന്നിലുള്ള ഒരു പ്രശ്നമാണ് രോഗം, ഇല്ലേ? കഠിനമായ രോഗം, ക്യാൻസർ പോലെയുള്ള, ഷുഗർ രോഗം പോലെയുള്ള ഭയങ്കരമായ രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞു നമ്മൾ. ഡീജനറേഷൻ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പിള്ളേരിലെ ഓട്ടിസം പോലെയുള്ള ഡിസീസ്, മന്ദബുദ്ധി കുട്ടികൾ ജനിക്കുന്നു. ഇതിനൊക്കെ സൊല്യൂഷൻ വേണ്ടേ? ആശുപത്രിയിൽ സൊല്യൂഷൻ ഉണ്ടോ? ഇന്നലെ എൻ്റെ ഇടയ്ക്ക് തർക്കിച്ചു എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാ മറ്റേയാണ് അമ്പലപ്പുഴയിലുള്ള. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരുപാട് കിടന്ന് തർക്കിക്കേണ്ട. എൻ്റെ അടുക്കെ വരുന്ന എനിക്ക് ചികിത്സിക്കാൻ അധികാരം ഇല്ലെന്നറിയാമല്ലോ, അറിയാം. എൻ്റെ അടുക്കെ വരുന്ന പേഷ്യൻ്റെ മുഴുവൻ ഞാൻ നിങ്ങൾ പറയുന്ന ഡോക്ടറുടെ അടുക്കലോട്ട് വിടാം. എൻ്റെ പേഷ്യൻറ്റിന് രോഗം മാറ്റിത്തരാമെന്ന് ഉറപ്പ് പറയാം. ധൈര്യമുണ്ടോ? ഇല്ല, ധൈര്യമില്ല. നിങ്ങൾ ഏത് ഡോക്ടർമാരെ എടുത്തോ, ഒരുപാട് ഞാൻ പറഞ്ഞു ഞാൻ വിടാം, ക്യൂ ആയിട്ട് ഞാൻ ആളെ വിട്ടുതരാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, അവരുടെ രോഗം നിങ്ങൾ മാറ്റണം. നിങ്ങൾ ഏത് ശാസ്ത്രം വേണേലും ഉപയോഗിച്ചു. അപ്പോഴാണ് ഒന്ന് താന്നത്. പറ്റില്ല എന്ന് മനസ്സിൽ അറിയാം, പറ്റില്ല. അപ്പോഴവരുടെ എല്ലാത്തിനും ലിമിറ്റേഷനുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സുഖമാക്കാത്ത ലിമിറ്റേഷൻ. എന്താ ലിമിറ്റേഷൻ? എന്തെങ്കിലും സുഖം കിട്ടണ്ടേ, രോഗം മാറ്റി തരണ്ടേ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി പേര് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മുന്നിലെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാത്ത ഒരറിവ് ഒരു പ്രയോജനമില്ല. നിത്യജീവിതത്തിൽ ഗുണകരമല്ലാത്ത, പ്രയോജനം ചെയ്യാത്ത ഒരറിവ്, ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ല. അതിൻ്റെ പിന്നാലെ ഓടരുത്. നിത്യജീവിതത്തിൽ സൊല്യൂഷൻ കിട്ടണം. സൊല്യൂഷൻ എടുക്കാനുള്ള വിദ്യകളാണ് നമ്മൾ പറയണേ. അതായത് ഒരറിവ് നമുക്ക് കിട്ടി, വിധിച്ച അന്നം, അത് ഫ്രൂട്ട്സാണ്. അതിൻ്റെ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമ്മളുടെ സ്വധർമ്മമാണ്. ഇപ്പം സ്വധർമ്മം ചെയ്താൽ മതി. അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരിയായി വരണ കാണാം. ഭൂമിയിലുള്ള സകല മനുഷ്യരും അവരുടെ സ്വധർമ്മം നിറവേറ്റുന്നു എന്നിരിക്കട്ടെ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എല്ലാവരും സ്വധർമ്മം ചെയ്യുന്നു എന്നിരിക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? ഈ ഫ്രൂട്ട്സ് മുഴുവൻ മാർക്കറ്റിൽ വരില്ലേ?
വില കുറവായിരിക്കില്ലേ? മനുഷ്യരുടെ ആരോഗ്യം വീണ്ടെടുക്കില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ ആൻഡ് ഇമാജിനേഷനാണ്. ഇമാജിൻ ചെയ്ത് നോക്കണം എങ്ങനെ ആയിരിക്കും. എല്ലാ മനുഷ്യരും അവരവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സീഡ് എവിടെയെങ്കിലും കുഴിച്ചിടണം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ കാപ്പാട് 10 സെൻറ്റാണ് ഉള്ളത്, എല്ലാ ദിവസവും കുഴിച്ചിടാൻ എവിടെ സ്ഥലം? ശരിയല്ലേ? എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് സ്ഥലം? നാട് മുഴുവൻ സ്ഥലം കിടക്കുകയല്ലേ? വേറെയുള്ളവരുടെ പറമ്പിലും കൊണ്ട് കുഴിച്ചിടാൻ പാടില്ലേ? റോഡ് റമ്പിൽ കുഴിച്ചിടാൻ പാടില്ലേ? എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുഴിച്ചിടാൻ പാടില്ലേ? സ്വധർമ്മം ചെയ്യണം. കൃഷി പഠിക്കുമ്പോൾ മനസ്സിലാകും, സ്വധർമ്മം പാലിച്ചാൽ മനുഷ്യന് എങ്ങോട്ടാണ് പോകാൻ പറ്റുക, മനുഷ്യൻ ആരായി തീരും എന്നുള്ളത് കൃഷി പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പം നമുക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് സ്വധർമ്മം. ഇനി കുലധർമ്മം എന്നുണ്ട്. കുലധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യകുലം കുറ്റിയറ്റു പോകാതെ നിലനിർത്തേണ്ടത് ഈ മനുഷ്യൻ്റെ ധർമ്മമാണ്. നമ്മളെക്കാളും മെച്ചപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കേണ്ടത്, അനന്തര തലമുറ, ഓരോ തലമുറ കഴിയും തോറും മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റേണ്ടത് നമ്മളുടെ ധർമ്മമാണ്. കാരണം എന്താ? കാലം മാറിക്കൊണ്ടിരിക്കുന്നു, കാലാവസ്ഥ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് അതിനെ സർവൈവ് ചെയ്യാനുള്ള കഴിവുള്ള അനന്തര തലമുറയെ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ കുലധർമ്മമാണ്. ഈ കുലധർമ്മം പാലിക്കുന്നത് എപ്പോൾ, ആര്, എവിടെ തുടങ്ങണം? ഫ്രൂട്ട്സ് വന്നു അല്ലേ? ഫ്രൂട്ട്സ് വന്നു മാർക്കറ്റിൽ വന്നു, സ്വധർമ്മം പാലിച്ചൊന്നിരിക്കട്ടെ. പാലിച്ചു കഴിഞ്ഞാൽ, സ്വധർമ്മം പാലിച്ചുവെങ്കിൽ സാധനം ഫ്രൂട്ട്സ് എല്ലാം വന്നു. ഇനി കുലധർമ്മം പാലിക്കണമെന്നുണ്ടെങ്കിൽ ആര് ആദ്യം മുന്നിട്ടിറങ്ങണം? ആര്? മനുഷ്യരിൽ ആര്? സ്ത്രീകളിറങ്ങണം. അവനല്ലേ സ്ത്രീ വിചാരിക്കാതെ കാര്യങ്ങൾ ശരിയാവില്ല. കാരണം അനന്തര തലമുറയെ സൃഷ്ടിക്കുന്ന ആൾ സ്ത്രീയാണ്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഡിവൈനാണ്. ആരുടെ കുഞ്ഞായാലും ശരിക്ക്, ആരുടെ കുഞ്ഞെന്നുള്ളതല്ല, ആ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിവൈനാണ്. ആ ഡിവൈൻ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ഡിവൈൻ അല്ലാതായി തീരുന്നുവെങ്കിൽ ആരാണ് ഉത്തരവാദി? നമ്മളല്ലേ ഉത്തരവാദി. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, ഇത് രണ്ടും തെറ്റുപറ്റിപ്പോയിരിക്കുന്നു. ഒരു ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ആർക്കാണ് പറ്റുക? ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ സകല സ്ത്രീകളും ഡിവൈനാണ്. ഈ യാഥാർത്ഥ്യം സ്ത്രീകളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ജോലിയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. സ്ത്രീകളെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് സമൂഹത്തിൽ ആ ഡിവൈൻ പദവി കൽപ്പിച്ചു കൊടുക്കുകയും വേണം, നടപ്പിലാക്കി കൊടുക്കുകയും വേണം. അല്ലാതെ തള്ളി പുറത്തിടാനല്ല. കാരണം അനന്തര തലമുറ കുറ്റിയറ്റു പോകാതിരിക്കാൻ ചെയ്യുന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്നത് സ്ത്രീ സമൂഹമായിരിക്കെ ആ സ്ത്രീ സമൂഹത്തിന് ആ പദവി സമൂഹത്തിൽ കിട്ടണം. ഇതാണ് നമ്മളുടെ ഡിമാൻഡ്. ഡിവൈൻ മദർ എന്ന് പറയുന്ന ഒരു സാധനവും കൂടി നടക്കുന്നുണ്ട്. അത് ഇതിന് വേണ്ടിയിട്ടാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരമ്മ ഈ റേഷ്യോയിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഫ്രൂട്ട് കഴിച്ചാൽ ഗർഭപാത്രത്തിലുള്ള ജലത്തിൻ്റെ ക്വാളിറ്റി ആ കുഞ്ഞിന് ജന്മം നൽകാൻ ഉതകുന്നതായിരിക്കും. അനന്തര തലമുറ മെച്ചപ്പെട്ടതായിരിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അവിടം മുതൽ തുടങ്ങണം. തുടങ്ങി ഒരു 11 വയസ്സ് വരെ ഒരു അമ്മ ചെയ്യേണ്ടതെന്ത്? ആ അമ്മ വിചാരിച്ചാൽ ഈ കുഞ്ഞിനെ ആരാക്കി തീർക്കാനോ ആക്കി തീർക്കാൻ പറ്റും. യേശുദാസിനേക്കാളും നല്ല പാട്ടുകാരനാകണോ? ആകാം. ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനാകണോ? ആക്കാം. ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആദ്യം ശരിയാക്കേണ്ടത് സ്വധർമ്മം പാലിക്കാതെ ഇവർക്ക് എവിടെ ചെന്ന് കഴിക്കൂ? ഇതൊക്കെ ഇവർക്ക് കഴിക്കണമെങ്കിൽ വേണ്ടേ?
അപ്പം അതൊരു ധർമ്മം, അത് കുലധർമ്മം. അനന്തര തലമുറ നമ്മളെക്കാളും മെച്ചപ്പെട്ടതാക്കാൻ എന്തൊക്കെ ചെയ്യാമോ നമ്മളുടെ അറിവ് വെച്ചിട്ട് ചെയ്താൽ മതി. മുഴുവൻ അറിയാൻ പറ്റിയാലും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? മുഴുവനൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ അറിഞ്ഞത് പാലിക്കണ്ടേ? അറിഞ്ഞ കാര്യങ്ങൾ പാലിക്കണം. പരമാവധി നമുക്ക് ഫ്രൂട്ട്സിലേക്ക് മാറണം പരമാവധി. വെറുതെ ഫ്രൂട്ട്സ് കഴിച്ചാൽ പോരാ. അവിടെ ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. പ്രകൃതി ചികിത്സയിൽ ഞാൻ ഉൾപ്പെടെ നിന്ന സമയത്ത് 18 വർഷം ഞാൻ പ്രകൃതി ചികിത്സയിൽ നിന്നതാണ്. നമുക്ക് ചില പറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കണമെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ വാഴപ്പഴം മാത്രമല്ല. വാഴപ്പഴത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് കൊടുക്കാനാവില്ല. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് നിശ്ചിത റേഷ്യോയിൽ കിട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ട് അത് ലഭ്യമാക്കിയാലേ പറ്റൂ. അപ്പം അങ്ങനെയാണ് നമ്മളത് മുന്നോട്ട് പോകേണ്ടത്. ധർമ്മം പാലിക്കണം, കുലധർമ്മം. എത്ര കഷ്ടപ്പെട്ടാലും തിരക്കേടില്ല. നമ്മുടെ വിചാരം നമ്മൾ ഇത്ര നാൾ കഴിച്ചില്ലേ, എൻ്റെ അച്ഛനും അമ്മയും കഴിച്ചത് അരിയാണല്ലോ, അവരുടെ അപ്പൂപ്പനും അച്ഛനും അമ്മയും കഴിച്ചത് അരിയാണല്ലോ, പിന്നെന്തേ നമുക്ക് കുഴപ്പം വന്നു എന്നാണ് വിചാരം. ഡീജനറേഷൻ സംഭവിക്കുന്നത് സ്ലോയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും നമ്മളെല്ലാവരും ഉൾപ്പെടെ എങ്ങോട്ടുള്ള പാതയിലാണ് യാത്ര? ഡീജനറേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സകലരും, അല്ലാതെ ഒരാൾക്ക് വന്നു എന്ന് വിചാരിച്ച്, ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു, ഒരാൾക്ക് ഷുഗർ വന്നു, നമുക്ക് വരില്ല എന്നാണ് ധാരണ അല്ലേ? നമുക്ക് വരില്ല എന്നല്ല ധാരണ. വേണ്ട, ആ ധാരണ വേണ്ട. തിരുത്താൻ തയ്യാറില്ലെങ്കിൽ എല്ലാവരും ഒരേ ട്രാക്കിലൂടെയാണ് യാത്ര. എല്ലാവരും ഷുഗർ പേഷ്യൻ്റാകും, സകലരും ഷുഗർ പേഷ്യൻ്റാകും, സകലരും ക്യാൻസർ പേഷ്യൻ്റാകും, സകല അനന്തര തലമുറ മുഴുവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് പോകും. കുഴപ്പത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇത് തിരുത്തിയേ പറ്റൂ എന്നാണ് ഇക്കോളജി പറഞ്ഞു തരുന്നത്. ഇക്കോളജി വളരെ സിമ്പിളായിട്ടാണ് കാര്യം പറഞ്ഞു തരുന്നത്. ഏത് അതുണ്ട്, ആയിരിക്കും അധ്വാനം, എക്സർസൈസ്, മാലിന്യങ്ങൾ വെളിയിൽ പോകും, വിയർക്കുമായിരുന്നു അല്ലേ? വിയർപ്പിൻ്റെ തുള്ളി കൊണ്ട് ജീവിക്കാനല്ലേ പറഞ്ഞേ? പക്ഷേ വിയർക്കാതിരുന്നെങ്ങനെ ജീവിക്കാമെന്നാണ് ആലോചിക്കണം. ഇപ്പോൾ ആലോചിക്കണം അതല്ലേ, വിയർക്കാതെ എങ്ങനെ ജീവിക്കാം. വിയർക്കുന്നതുകൊണ്ട് കുറേ മാലിന്യങ്ങൾ വെളിയിൽ പോകുന്നത് കൊണ്ട് കുറേ രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് അവർ ശരിയായിരുന്നു എന്ന് കരുതണ്ട. പണ്ടുള്ളവർ ചെയ്തത് മുഴുവൻ ശരിയായിരുന്നു എന്ന് കരുതണ്ട. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. വേണ്ടിടത്ത് മാറ്റം നടത്തണം, ബോധപൂർവം നടത്തിയേ പറ്റൂ. പണ്ടുള്ളവർ ചെയ്തു. അച്ഛൻ കുഴിച്ച കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കണോ? അത് ഉപ്പുവെള്ളമാണെങ്കിൽ അത് ഉപ്പുവെള്ളമാണ്. ഇപ്പോൾ ഉപ്പുവെള്ളമായി ആയെന്ന് പറഞ്ഞാൽ അത് തന്നെ കുടിക്കണോ? പച്ചവെള്ളം മനുഷ്യൻ്റെ വെള്ളമേ അല്ല. അതല്ലേ നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമല്ലേ? വെള്ളം തിളപ്പിച്ച് കുടിക്കും, പൂരശിൻ്റെ ഇല ഇട്ട് കുടിക്കും, മല്ലി ഇട്ട് കുടിക്കും, പതിമുഖ ഇട്ട് കുടിക്കും. ഈ വെള്ളമല്ലേ കുടിക്കണേ? ശരീരത്തിന് കൊടുക്കണ വെള്ളം അതല്ലേ? മനുഷ്യ ശരീരത്തിൻ്റെ വിധിച്ച വെള്ളമേത് എന്ന് ഇക്കോളജി പറഞ്ഞു തരും. ഈ പച്ചവെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം ആർക്കുള്ളതാണ്? സസ്യങ്ങൾക്കുള്ളതാണ്. സസ്യങ്ങൾ കുടിച്ചിട്ട് അവരുടെ ശരീരത്തിനുള്ളിലൂടെ കടന്ന് അതൊരു കായ്കളിലെത്തുമ്പോൾ അതിനകത്തൊരു വെള്ളമില്ലേ? അതാണ് മനുഷ്യനുള്ള വെള്ളം. ജീവൻ്റെ തലം ഉയർത്തപ്പെട്ട വെള്ളം എന്ന് പറയും. ജീവൻ്റെ തലം പഠിക്കും, അപ്പം കൂടുതൽ വ്യക്തമാകും. നമ്മളിപ്പോൾ വാട്ടർ ടാങ്ക് കെട്ടി ജപ്പാൻ്റെ അടുക്കുന്ന കാശും മേടിച്ച് പുഴയിലെ വെള്ളം കൊണ്ടുവന്ന് നിർത്തി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ വിധിച്ച വെള്ളം എന്ന് ചിന്തിക്കണ്ടേ? വിധിച്ച വെള്ളം ഏത് എന്ന് നോക്കി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഫ്രൂട്ട്സ്, കരിമ്പിൻ്റെ ജ്യൂസ് വിധിച്ച വെള്ളമാകുന്നത്, ഓറഞ്ചിനകത്തെ ജ്യൂസ്
വിധിച്ച വെള്ളം, പൈനാപ്പിളിൻ്റെ ജ്യൂസ് വിധിച്ച വെള്ളമാകും. അപ്പോൾ ഈ 10-15 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ഒരു 3 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സകല മിനറൽസും സകല ലവണങ്ങളും എല്ലാം ആവശ്യത്തിന് അതിനകത്ത് ഫില്ല് ചെയ്യും. അതിന് പകരം പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തിരുത്തേണ്ടി വരും. വെള്ളം തിരുത്താൻ ഇച്ചിരി പ്രയാസമായിരിക്കും. കാരണം എല്ലായിടത്തും കുടിച്ചുകൊണ്ടിരിക്കണ ഇതല്ലേ. അപ്പോൾ എൻ്റെ അടുക്കെ ചോദിക്കണത്, ഈ ഫ്രൂട്ട്സിനകത്തെ വെള്ളം എത്ര പേർക്ക് കുടിക്കാൻ പറ്റും? എന്തുമാത്രം അവൈലബിളാണ്? എല്ലാവർക്കും കുടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എല്ലാവരും വിത്ത് കുഴിച്ചിട്ടെ. അവൻ്റെ സ്വധർമ്മം ചെയ്ത് അപ്പം കിട്ടുമോ? എല്ലാവരും സ്വധർമ്മം ചെയ്യണമെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വരില്ലേ? വരും. അതുകൊണ്ടാണ് ഗോജി ബെറി ഡ്രൈ കിട്ടി. അതിനകത്ത് വെള്ളം എവിടെ പോയി? വെള്ളത്തിനാണ് പ്രധാനം. ആ ഫ്രൂട്ട്സിനകത്തെ വെള്ളത്തിനാണ് പ്രാധാന്യം. വാല്യൂ കൂടുതൽ ആ വെള്ളത്തിനാണ്. അത് കളഞ്ഞ് ഉണക്കിയെടുത്താണ് നമ്മൾ തിന്നണത്. അപ്പോൾ അതിന് പകരം അത് നട്ട് പിടിപ്പിക്കേണ്ടടുത്ത് പിടിപ്പിച്ച്, ഇനി അത് ഹൈ റേഞ്ചിലേ പിടിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഒരു ട്രീ ഉണ്ട്, കണ്ടുപിടിക്കേണ്ട ജോലി ആരുടേതാണ്? നമ്മളുടേതാണ്. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിനാണ് 2 കാലുകൾ തന്നിരിക്കണത്. 2 കാല് തന്നിരിക്കുന്നത് അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പം ധർമ്മം, സ്വധർമ്മം, കുലധർമ്മം. ഇനി സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ, സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? സനാതനത്തിൻ്റെ അർത്ഥം എന്താ? സനാതനല്ല, സനാതനം. സ്ഥായിയായത്, സ്ഥിരമായത് എന്നാണ് അർത്ഥം. സനാതനമായത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്. സനാതനം എന്നും മാറ്റത്തിന് വിധേയമല്ലാതെ എന്നും നിലനിൽക്കുന്ന ഒരു ശാസ്ത്രം ഇവിടെയുണ്ട്. സനാതനമാണത്. അത് പ്രകൃതിയുടെ നിയമമാണ്. ആ നിയമം പാലിക്കുന്നതാണ് സനാതനധർമ്മം. അല്ലാതെ ബ്രാഹ്മണൻ്റെ ആചാരങ്ങൾ കോപ്പി ചെയ്യണതല്ല. തെറ്റിദ്ധരിച്ചു പോയി സനാതനധർമ്മത്തെ. ബ്രാഹ്മണൻ്റെ ആചാരങ്ങളാണ് സനാതനധർമ്മം എന്ന് വിചാരിച്ചു. അതല്ല സനാതനധർമ്മം. പ്രകൃതിയുടെ നിയമം പാലിച്ച് ജീവിക്കുന്നത് ഓരോ ജീവിയുടെയും ധർമ്മമാണ്. മനുഷ്യന് കഴിവ് കൂടുതലായതുകൊണ്ട് വഴിതെറ്റുന്നതും കൂടിപ്പോയി. വഴിതെറ്റി കൂടി നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു സനാതനമായ ധർമ്മമുണ്ട്, പാലിക്കപ്പെടേണ്ട ഒരു നിയമമുണ്ട്. പ്രകൃതിയുടെ നിയമമാണത്. പ്രകൃതി നിയമം ഉണ്ടോ? ഒരു തേങ്ങ മേലോട്ടെറിഞ്ഞാൽ അതെങ്ങോ മേലോട്ട് പോവുമോ? ആരാ അത് താഴോട്ട് കൊണ്ടുവരണേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമല്ലേ? അത് മാറ്റാൻ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും കൂടി വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. മനുഷ്യൻ ഇന്ന് നിൽക്കുന്നത് ഒരു 4 കൂടിയ കവലയിലാണ്. ഒരു 4 കൂടിയുടെ കവലയുടെ നടുക്കാണ് നിൽക്കുന്നത്. നിൽക്കുകയാണ്. ആ കവലയിൽ നിന്നും 4 ഇടത്തേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഏത് വഴി വേണേലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കാവുള്ളത്? മനുഷ്യനുണ്ട്. ഏത് വഴി? 4 വഴികളുണ്ട്. നടുക്ക് നിൽക്കുകയാണ്. അതിൽ ഏത് വഴി വേണേലും തിരഞ്ഞെടുക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം പ്രകൃതി മനുഷ്യന് തന്നിട്ടുണ്ട്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നിരിക്കട്ടെ. പ്രകൃതി എന്തായിരിക്കും ചെയ്യുക? നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലെത്തിച്ചു തരും. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നരകത്തിലേക്കുള്ള നേരെ എതിര് വഴിയാണ് തിരഞ്ഞെടുക്കണമെങ്കിലോ പ്രകൃതി എന്തായിരിക്കും ചെയ്യുക? കൈ പിടിച്ചു കൊണ്ടുപോയി നരകത്തിലെത്തിച്ചു തരും. മനസ്സിലല്ലേ? നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴി നമ്മളാണ്. ഇപ്പം 4 കൂടിയ കവലയിൽ നിൽക്കുകയാണ്. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് അറിയില്ല. നമ്മളൊരു വഴി തിരഞ്ഞെടുത്തു, സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തു, പ്രകൃതി കൂട്ടിനുണ്ട്. നരകത്തിലേക്കുള്ളൊരു വഴി തിരഞ്ഞെടുത്തു, പ്രകൃതി
കൂട്ടിനുണ്ട്. 2-ാം നിലയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടാം, എന്താ പറ്റും? കാലും കയ്യുമൊക്കെ ഒടിയും. ആരാണ് ഈ ഓടിക്കണേ? പ്രകൃതിയാണ് ഓടിക്കണേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ? ചാടണോ വേണ്ടേന്ന് ആരാ തീരുമാനിക്കുക? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിന് പകരം കയറിയിരുന്ന് 2-ാം നില 3-ാം നിലയുടെ മേളിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടിയാൽ കയ്യും കാലും ഓടിയും. അത് യാതൊരു സംശയവുമില്ല. കാറ്റിനെതിരെ കുട നിവർത്ത് പിടിച്ചാൽ ആ കുടയെ കാറ്റ് താറുമാറാക്കി കളയും, ഇല്ലേ? കാറ്റുണ്ട്, കുട നിവർക്കരുത്. അതായത് നമ്മളുടെ ജീവിതത്തെ പ്രകൃതി നിയമത്തിനെതിരെ തുറന്നു പിടിക്കരുത്. പ്രകൃതി നിയമത്തിനെതിരെ തുറന്നു പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ജീവിതത്തെ അത് താറുമാറാക്കി കളയും. പ്രകൃതിക്ക് അനുകൂലമാവുക, പ്രകൃതിയുടെ നിയമം പാലിച്ച് ജീവിക്കുക, ഇതവൻ്റെ ധർമ്മമാണ്. എല്ലാ തലമുറകളുടെയും ധർമ്മമാണ്. ഇന്നത്തെ മനുഷ്യരുടെ മാത്രമല്ല, ഇന്നത്തെ മനുഷ്യജീവിയുടെ മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും ധർമ്മമാണ്. അതൊരു സനാതനമായ ഒന്നാണ്. അതിന് മാറ്റമുണ്ടാവില്ല. അത് പാലിച്ചേ മതിയാവൂ. പ്രകൃതി നിയമം തെറ്റിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. അതായത് പ്രകൃതിയുടെ നിയമം തെറ്റിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. നമുക്ക് വേറൊരു നിയമമുണ്ട്. അതെന്താ? സാമൂഹ്യ നിയമമുണ്ട്, അല്ലേ? സാമൂഹ്യ നിയമം തെറ്റിച്ചാൽ ആര് വരും? രാവിലെ വീട്ടിൽ പോലീസ് വരും. സാമൂഹ്യ നിയമം തെറ്റിച്ചാൽ പോലീസ് വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ ശിക്ഷ കിട്ടില്ലേ? ശിക്ഷ കിട്ടും. സാമൂഹ്യ നിയമം തെറ്റിച്ചാൽ ശിക്ഷ കിട്ടും. കോടതിയിൽ തെളിഞ്ഞാൽ ശിക്ഷ കിട്ടും. പ്രകൃതി നിയമം തെറ്റിച്ചാലും ശിക്ഷ കിട്ടും. അതിൽ സാമൂഹ്യ നിയമത്തിൽ ഒരു രക്ഷപ്പെടലുണ്ട്. സുപ്രീം കോടതിയിലെ വക്കീലിനെ കൊണ്ടുവന്ന് ഹൈക്കോടതി വാദിച്ചാലോ, തെറ്റ് ചെയ്താലും ചിലപ്പോൾ രക്ഷപ്പെടാം, തെളിവില്ലെങ്കിലോ ചിലപ്പോൾ രക്ഷപ്പെടാം. തെറ്റ് ചെയ്തിട്ടുണ്ട്, തെളിവില്ല, കോടതിയുടെ മുന്നിൽ തെളിവില്ല, രക്ഷപ്പെടാം. വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് വായിച്ചാൽ ജഡ്ജിയുടെ മുട്ടിടിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാം. സുപ്രീം കോടതിയുടെ വക്കീൽ വന്ന് വാദിച്ചാൽ ജഡ്ജിക്ക് എന്തായിരിക്കും? ജഡ്ജിക്ക് പേടിയായിരിക്കും. തെറ്റുമോ തെറ്റില്ലേ എന്നുള്ള പേടി കാരണം വക്കീൽ പറയുന്നതനുസരിച്ച് അങ്ങോട്ട് എഴുതി കൊടുത്തു വരിക. എന്നാൽ പ്രകൃതിയുടെ കോടതിയിൽ അത്തരമൊരു രക്ഷപ്പെടലില്ല. നമ്മളെല്ലാവരും ഒരു ക്യാമറ കണ്ണിലാണ്, നിരീക്ഷണത്തിലാണ്. ഇപ്പം എല്ലായിടത്തും എഴുതി വെച്ചിട്ടില്ലേ, നിങ്ങൾ ക്യാമറയുടെ കണ്ണിലാണ് എന്ന്. നിങ്ങൾ ക്യാമറയുടെ കണ്ണിലാണ്. അതേമാതിരി തന്നെ നമ്മളെല്ലാവരും പ്രകൃതിയുടെ ക്യാമറ കണ്ണിലാണ്. അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മുഴുവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഞാൻ ഇത് ചെയ്തില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. തെളിവ് അവിടെ ആൾറെഡി റെക്കോർഡഡാണ്. ഇനി നമ്മൾ പറയുകയാണ്, എന്നെ ആരും സ്കൂളിൽ പഠിപ്പിച്ചില്ല, എനിക്ക് അറിയില്ലായിരുന്നു, പ്രകൃതിയുടെ നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷയുണ്ടോ? സാമൂഹ്യ നിയമത്തിൽ രക്ഷയുണ്ടോ? ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. അത് സാമൂഹ്യ നിയമത്തിൽ ബാധകമാണ്. എനിക്കറിയില്ലായിരുന്നു, ഈ സാമൂഹ്യ നിയമം ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമൂഹത്തിലെ നിയമമാണെങ്കിൽ ആ സമൂഹത്തിലെ നിയമങ്ങൾ, ആ സമൂഹത്തിലെ പൗരൻ, അത് പൗരധർമ്മമാണ്. മനസ്സിലായില്ലേ? പൗരൻ്റെ ധർമ്മമാണ്. ആ സമൂഹത്തിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പാലിച്ചിരിക്കണം. എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എക്സ്ക്യൂസ്, അവിടെ ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടില്ല. പ്രകൃതിയുടെ കോടതിയിലും ഈ നിയമം ബാധകമാണ്. സനാതനധർമ്മം അറിഞ്ഞിരിക്കണം, അത് പാലിച്ചിരിക്കണം. എനിക്കറിയില്ലായിരുന്നു, എന്നാരും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇളവ് കിട്ടില്ല. ചെറിയ തെറ്റിന് ചെറിയ ശിക്ഷ, വലിയ തെറ്റിന് വലിയ ശിക്ഷ ഉറപ്പാണ് അവിടെ, ഉറപ്പ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സനാതനധർമ്മങ്ങളൊന്നുണ്ടെന്നും പ്രകൃതി നിയമമൊന്നുണ്ടെന്നും അത് പാലിക്കപ്പെടേണ്ടതാണെന്നും അറിഞ്ഞിരിക്കണം, പാലിച്ചിരിക്കണം. ഭൂമി ആകാശത്ത് ഒരു പന്ത് പോലെ നിൽക്കുകയാണ്. എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടോ? അത് ഭൂമി ആകാശത്ത് പന്ത് പോലെ നിന്നിട്ട്
പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു ദിവസം ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങുന്നതിന് എത്ര മണിക്കൂറെടുത്ത്? 24 മണിക്കൂറെടുത്ത്. മിനിഞ്ഞാന്നോ 24 മണിക്കൂർ, ഇന്നോ 24 മണിക്കൂർ എടുക്കും. അത് ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങുന്നതിന് 24 മണിക്കൂർ, എന്നും 24 മണിക്കൂറാണ്. കൃത്യമായി അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പ്രദക്ഷിണം വയ്ക്കുന്നു. എത്ര ദിവസം കൊണ്ട് കറങ്ങും? നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഭൂമി കറങ്ങുന്നതിന് നമ്മളൊരു പേരിട്ടു. എന്താ അത്? ഒരു ദിവസം എന്ന് പേരിട്ടു. ഇന്നലത്തെ ഒരു ദിവസത്തിന് 24, മിനിഞ്ഞാന്തത്തെ ഒരു ദിവസത്തിന് 24, ഇന്നത്തെ ദിവസത്തിന് 24, നാളത്തെ ദിവസത്തിന് 24 മണിക്കൂറാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പ്രദക്ഷിണം വയ്ക്കുന്നു. എത്ര ദിവസം എടുക്കും? 27 ദിവസങ്ങൾ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര എന്ന് എഴുതി വന്ന നാളുകളില്ലേ? എത്ര നാളുകളുണ്ടോ അത്രയും നാളുകൾ. ആ നാളുകൾ കൊണ്ട് വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ പേരാണ് ചന്ദ്രമാസം. ചന്ദ്രമാസം തെറ്റില്ല. വാവ് കൃത്യമായി വരും, വെളുത്ത വാവ് കൃത്യമായി വരും, കറുത്ത വാവ് കൃത്യമായിട്ട് വരും. എന്നാൽ കലണ്ടറിലുള്ള നാളുകൾ തെറ്റും. ചിലത് 31 ചിലത് 30 ചിലത് 28, ചിലത് 29. കുറേ നാൾ കഴിയുമ്പോൾ, 4 വർഷം കഴിയുമ്പോൾ 29 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഇതിന് ചന്ദ്രമാസത്തിന് തെറ്റില്ല, കറങ്ങിക്കൊണ്ടേയിരിക്കും, കൃത്യമായി അത് വന്നുകൊണ്ടേയിരിക്കും. ഭൂമിയും ചന്ദ്രനും കൂടി സൂര്യനെ എത്ര ദിവസം കൊണ്ട് പ്രദക്ഷിണം വയ്ക്കും? 365 കാല്. അതിനെന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? ഒരു വർഷം. കഴിഞ്ഞ വർഷം എത്ര ദിവസം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നോ? അടുത്ത വർഷമോ? അതായത് ഈ പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും ചലനങ്ങൾ വ്യക്തമായ, കൃത്യമായ, സനാതനമായ, നിത്യമായ ചില നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചലനങ്ങൾ അത്രയും സകലങ്ങൾ, അതായത് ചന്ദ്രൻ്റെയും ഗ്രഹങ്ങളുടെയും സൂര്യന്മാരുടെയും സകല ഈ അണ്ഡകടാഹം മുഴുവനുള്ള സൂര്യന്മാരുടെയും എല്ലാവരുടെയും ചലനങ്ങൾ വ്യക്തമായ, കൃത്യമായ, നിത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ചില പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കണേ. അത് പാലിക്കാൻ ഈ ഇതിൽ ഒരു ഗ്രഹമായ ഭൂമി അതനുസരിച്ചാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ഒരു ജീവിയായ മനുഷ്യൻ ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണോ അല്ലയോ? അല്ലേ? 100% അല്ലേ? എന്നാൽ ഈ ഭൂമിയിലെ സകല മൃഗങ്ങളും സകല സസ്യജാലങ്ങളും ആ നിയമം പാലിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി മാത്രം ഇങ്ങനെ ഒരു നിയമമുണ്ടോ എന്ന് അന്വേഷിക്കണില്ല, അത് പാലിക്കാൻ കൂട്ടാക്കുന്നില്ല. അത് മാത്രമാണ് നമ്മളുടെ പ്രശ്നം. നമ്മുടെ ഈ ഭൂമിയിലെ സകല പ്രശ്നത്തിൻ്റെയും കാരണം അത് മാത്രമാണ്. അങ്ങനെ ഒരു നിയമമുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല, ആ നിയമം പാലിച്ച് ജീവിക്കാൻ കൂട്ടാക്കുന്നില്ല. അവൻ്റെ വിചാരം ഞാൻ ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ വരുതിക്ക് വരുത്തുമെന്നാണ്. ഇത്രയും വലിയൊരു അണ്ഡകടാഹത്തിൽ ഒരു ചെറിയ പൊടി പോലത്തെ ഒരു ഭൂമി, പൊടിയുടെ വലിപ്പം മാത്രമുള്ള ഭൂമിയിൽ ഇരിക്കുന്ന മനുഷ്യൻ തീരുമാനിക്കുകയാണ്, ഞാനിതൊക്കെ എൻ്റെ വഴിക്ക് കൊണ്ടുവരുമെന്ന് വെച്ചാൽ നടക്കുമോ? നടക്കില്ല. നമ്മൾ പ്രകൃതിക്ക് അനുകൂലമാവുക, ആ നിയമത്തിന് വിധേയമാകുക, അത് നമ്മളുടെ ധർമ്മമാണ്. ഒരു രാജ്യത്തെ പൗരൻ്റെ ധർമ്മം പോലെ, പൗരധർമ്മം പോലെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും ഒരു ധർമ്മമാണ് പ്രകൃതിയുടെ നിയമമനുസരിച്ച് ജീവിക്കുക, എന്നും ഏത് തലമുറയും ജീവിക്കുക. അപ്പോൾ നമ്മൾ ഈ തലമുറ പ്രകൃതി നിയമം പഠിച്ച് പാലിച്ച് ജീവിച്ചു. അനന്തര തലമുറയെ അത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? പ്രകൃതി നിയമം പഠിച്ച് പാലിക്കുന്ന കുട്ടി സാമൂഹ്യ നിയമം തെറ്റിക്കില്ല. സാമൂഹ്യ നിയമത്തിൽ തെറ്റുകളുണ്ടെങ്കിലും, തെറ്റുകളുണ്ട് സാമൂഹ്യ നിയമത്തിൽ. ഏത് നിയമമായിരിക്കും ശരിയായിരിക്കുക? പ്രകൃതിയുടെ നിയമമായിരിക്കുമോ സാമൂഹ്യ നിയമമായിരിക്കുമോ?
സാമൂഹ്യ നിയമം ആരുണ്ടാക്കിയതാണ്? മനുഷ്യനുണ്ടാക്കിയതാണ്. പ്രകൃതിയുടെ നിയമം ഇവിടെ ഉണ്ട്. ഇതിലേത് നിയമമായിരിക്കും കൂടുതൽ ശരി? തെറ്റ് പറ്റാൻ സാധ്യതയുള്ള നിയമം ഏതാണ്? പ്രകൃതി നിയമം പഠിച്ച് പാലിച്ച് വളർന്നു വരുന്ന കുട്ടി സാമൂഹിക നിയമത്തിൽ തെറ്റുണ്ടെങ്കിലും അവനതനുസരിക്കും. എന്നാൽ അവൻ വളർന്ന് വലുതായി വരുമ്പോൾ സാമൂഹിക നിയമത്തിലെ തെറ്റുകളും പോരായ്മകളും കണ്ട് തിരുത്താൻ അവന് മാത്രമേ കഴിയൂ. വേറെ ആളിന് പറ്റില്ല. സാമൂഹ്യ നിയമത്തിലെ പോരായ്മകൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. തെറ്റുകൾ തിരുത്തണം, പോരായ്മകൾ പരിഹരിക്കണം. ഇത് ആർക്കാ പറ്റുക? പ്രകൃതി നിയമം പഠിച്ച് പാലിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രകൃതി നിയമം പഠിപ്പിക്കണം, സ്കൂളുകളിൽ പഠിപ്പിക്കണം, വീട്ടിൽ പഠിപ്പിക്കണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു കൊച്ച് ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ ഒരു തുമ്പിയെ കിട്ടി, ആദ്യം അവൻ എന്തായിരിക്കും ചെയ്യുക? ഒരു തുമ്പിയെ കിട്ടി, 2 ചിറകയിലും പിടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടി 2 തുമ്പിയുടെ 2 ചിറകിലും പിടിച്ചിങ്ങനെ നിർക്കുകയാണ്. എന്തായിരിക്കും ചെയ്യുക? വലിച്ച് കീറിക്കളയും. മനസ്സിലായില്ലേ? വലിച്ച് കീറും, അവനത് കീറും. എന്നാൽ അതിന് നോവും എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ജോലി മുതിർന്ന തലമുറയുടേതാണ്. കുട്ടികൾക്ക് തെറ്റുപറ്റാം. മനുഷ്യൻ പ്രകൃതിയുടെ കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് തെറ്റുപറ്റാം. എന്നാൽ തെറ്റുപറ്റാതെ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകേണ്ടത് മുതിർന്ന തലമുറ, തിരിച്ചറിവ് വന്ന തലമുറ, വാനപ്രസ്ഥീയരുടേതാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. നമ്മൾക്ക് ചില ജോലിയുണ്ട്, വാനപ്രസ്ഥീയർക്ക് ചില ധർമ്മമുണ്ട്. വാനപ്രസ്ഥീയരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ നിയമം മനസ്സിലാക്കി അത് പാലിച്ച ശേഷം ബാക്കിയുള്ള മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം. പിടികിട്ടിയല്ലോ? 3 ധർമ്മങ്ങൾ പിടികിട്ടിയില്ലേ? സ്വധർമ്മം, കുലധർമ്മം, സനാതനധർമ്മം. ഓക്കെ, ഇനി ഒരു ബ്രേക്ക് എടുത്തിട്ട് സയൻസ് എന്താണെന്ന് പഠിക്കാം. ആര്? 2 എണ്ണമായി. 1 കൂടി കഴിഞ്ഞാലേ നിർവചനമാകുള്ളൂ. 2 എണ്ണല്ലേ ആയുള്ളൂ. പ്രകൃതിയുടെ ധർമ്മശാസ്ത്രമാണ്. പ്രകൃതി പഠിച്ചില്ലേ? പ്രകൃതി ഡെഫിനിഷൻ കിട്ടിയില്ലേ? ധർമ്മം കിട്ടിയില്ലേ? ഇപ്പോൾ ഇനി എന്തുകൂടി പഠിക്കണം? ശാസ്ത്രവും കൂടി പഠിച്ചാൽ ഇക്കോളജിയുടെ ഡെഫിനിഷനായി പൂർണ്ണമാകും. അപ്പോൾ നമുക്ക് ശാസ്ത്രം പഠിക്കാം. ഒരു ബ്രേക്ക് എടുത്ത് ഇളകിയിരിക്കുക. വലിയ ശാസ്ത്രമാണ് പഠിക്കണേ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനെ പറ്റിയാണ് അറിയേണ്ടത്? നമ്മൾ ഉപകരണം ഉപയോഗിച്ചു, കാര്യം ശരിയാണ്. പക്ഷേ എന്താണ്? പ്രകൃതിയിൽ ഉള്ളവയെയും, പ്രകൃതിയിലുള്ളതാണ്, വൈറസ് അവിടെ ഉള്ളതാണ്, ഗ്രഹങ്ങൾ അവിടെ ഉള്ളതാണ്. പ്രകൃതിയിൽ ഉള്ളവയെയും അവിടെ നടമാടുന്ന പ്രതിഭാസങ്ങളുടെ, പ്രകൃതിയിൽ നടമാടുന്ന പ്രതിഭാസങ്ങൾ, പ്രകൃതിയിൽ ഉള്ളവയെയും അവിടെ നടമാടുന്ന പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ പറ്റി അറിയണം. അതാണ് ശാസ്ത്രധർമ്മം. ശാസ്ത്രത്തിൻ്റെ ധർമ്മമാണ്. ഇനി നമ്മൾ ധർമ്മം പഠിച്ചു, ശാസ്ത്രത്തിൻ്റെ ധർമ്മം. ശാസ്ത്രത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്രകൃതി ഉള്ളതിനെ അറിയുക, അവിടെ ഉണ്ടായിരുന്ന ഒന്നിനെ അറിയുക, അവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അറിയുക. സൂര്യൻ എവിടെ ഉദിക്കുക, എവിടെ അസ്തമിക്കും? സൂര്യൻ എവിടെ ഉദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, എവിടെ അസ്തമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു? സൂര്യൻ എവിടെ ഉദിക്കുക? സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്, അല്ലല്ലോ? സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നു. നമ്മൾ കാണുന്നത് എന്താ? സൂര്യൻ എവിടെ ഉദിക്കുന്നു? കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞ്, സൂര്യൻ എവിടെ ഉദിക്കുക, എവിടെ അസ്തമിക്കും? ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ്, സൂര്യൻ എവിടെ ഉദിക്കുക? ശരിയാണോ? ശരിയല്ല. സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം അറിയലാണ് ശാസ്ത്രത്തിൻ്റെ ജോലി. മനസ്സിലായി? ശാസ്ത്രത്തിൻ്റെ ജോലി അതാണ്. ശാസ്ത്രമാണ് പറഞ്ഞു തന്നെ, ഇവിടെ സൂര്യൻ ഉദിക്കണമെന്നില്ല. പണ്ട് കാലത്ത് എന്താ വിചാരിച്ചിരുന്നത്? സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു തന്നു.
പണ്ടുള്ളവരെന്താ നോക്കിയപ്പോൾ കണ്ടത്? നമുക്ക് ചുറ്റും സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? കാണുന്നത്. അതാണ് യാഥാർത്ഥ്യം വേറെയാണ്, കാണുന്നതല്ല യാഥാർത്ഥ്യം. നമ്മൾ കാണുന്നുണ്ട്, കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, നമ്മളിത് എല്ലാ ദിവസവും കാണുന്ന സാധനമാണ്. ഭൂമി കറങ്ങുന്നുണ്ടോ? ഭൂമി കറങ്ങുന്നുണ്ടോ? ആര് പറഞ്ഞു കറങ്ങുന്നുണ്ടെന്ന്? എന്തടിസ്ഥാനത്തിലാണ് ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഭൂമി കറങ്ങുന്നുണ്ട്, നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നിട്ടും നമ്മൾ പറയുക കറങ്ങുന്നുണ്ട്. ആരാ പറഞ്ഞു തന്നത്? ശാസ്ത്രം പറഞ്ഞു തന്നതാണ്, സയൻസാണ് പറഞ്ഞു തന്നെ. സയൻസ് പറഞ്ഞു തന്നു. അതായത് പ്രകൃതിയിൽ നടമാടുന്ന പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തരേണ്ടത് ശാസ്ത്രത്തിൻ്റെ ജോലിയാണ്. വരുന്നില്ല യാഥാർത്ഥ്യം. അതിങ്ങനെ പറഞ്ഞു, ഇടിയുടെ, മഴയുടെ, കാറ്റിൻ്റെ കാരണങ്ങളെപ്പറ്റി. ഇടി ഉണ്ടാകുന്നുണ്ട്. ഇന്നലെയും വെട്ടിയില്ല ഇടി, ഇന്ന് രാവിലെയും വെട്ടില്ല ഇടി. കഴിഞ്ഞ വർഷം വെട്ടിയ ഇടിയാണോ ഇന്ന് വെട്ടിയത്? കൊള്ളാൻ പോകണം നമുക്കിട്ട്. ആ സൈസ് ഇടിയായിരിക്കും വരിക. അപ്പം ഇടിയുടെ കാരണങ്ങൾ എന്താണെന്ന് ഒരു പിടിയില്ല. എന്നല്ലേ കാരണം? കാറ്റിൻ്റെ കാരണങ്ങളെപ്പറ്റിയും കാര്യമായ ഒരു പിടിയില്ല. ഇടിയുടെ, മഴയുടെ കാര്യങ്ങളും കുറേയൊക്കെ അറിയാം. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. സയൻസ് അതിൻ്റെ പിന്നാലെ നിൽക്കുകയാണ്. എന്താണ് ഈ മഴ? എവിടുന്നാണ് വരിക? എങ്ങനെ വരിക? വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം എവിടുന്നാണ് വന്നേ? ഭൂമിയിൽ വെള്ളം വന്നത് എവിടുന്നാ? ശാസ്ത്രം അന്വേഷിച്ചിട്ടിരിക്കുന്നത് എവിടുന്നാണ് ഈ വെള്ളം വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ പിടികിട്ടിയിട്ടില്ല അത് എവിടുന്നാണ്. പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, വെള്ളം എവിടുന്നാണ് വന്നത്? പണ്ടുള്ളവർ, ഭാരതീയർ വിശ്വസിച്ചിരുന്നത് ഈ വെള്ളം, ഈ ഭൂമിയിലെ ജലം അത്രയും എവിടുന്നാണ് വന്നത്? എവിടുന്നാണ് വന്നതെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. എവിടുന്നോ വന്നതാണ്. ഏതോ ഒരു ഗാലക്സിയിൽ നിന്ന് വന്നതാണ് സാധനം. ആകാശ ഗംഗ. ഗംഗയെന്നാണ് വന്നത്. ഗംഗയല്ലേ വന്നേ? ഗംഗ വന്നിട്ട് എവിടെ പിടിച്ചു വെച്ചു? അത് ശിവൻ്റെ ജടയിൽ പിടിച്ചു വെച്ചു. ശിവൻ്റെ ജടയിൽ പിടിച്ചു വെച്ചിട്ട് ഒരു മുടി ഒരു ഇറക്കിയിട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഒഴുക്കി വിട്ടു തന്നു. ഇതൊരു ഒരു ഭാഗം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ജലം വന്നത് ഗാലക്സി, മിൽക്കി വേ, ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയിൽ നിന്നും വന്നതാണെങ്കിൽ തിരിച്ചു പോകാനും അതിനറിയില്ലേ. അതുകൊണ്ടാണ് ആ പുസ്തകം മേടിച്ച് വായിച്ചോളാൻ പറഞ്ഞത്. ജലത്തിന് പറയാനുള്ളത് എന്ന് പറയുന്ന പുസ്തകം 20 എണ്ണം കിട്ടിയായിരുന്നു, കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു പോകാനും മതി. കാരണം അതിനറിയാം ഇവിടുത്തെ മനുഷ്യർക്ക് ഈ ജലം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന വഴിക്ക് ചിലപ്പോൾ തിരിച്ചു പോയെന്ന് വരും. ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലം വന്നത് ആകാശഗംഗയിൽ നിന്നും വന്നു എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് വെള്ളമെന്ന് പറയാം, ഇല്ലേ? അപ്പോൾ എന്തുണ്ടായാൽ, ഒരു ഗ്രഹത്തിൽ എന്തുണ്ടായാൽ വെള്ളം ഉണ്ടാകും? ആദ്യം എന്തുണ്ടാകണം? ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ വെള്ളമുണ്ടായിരുന്നില്ല, പിന്നെ വെള്ളം വന്നു. എവിടുന്നോ വന്നതാണെന്നുള്ള ഒരു അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ H2O ആണ് വെള്ളം, അതറിയാം, സയൻസിനറിയാം. അപ്പോൾ എന്തും കൂടി ഉണ്ടായാൽ വെള്ളമുണ്ടാവും. ഹൈഡ്രജനും ഓക്സിജനും വേണം. ഹൈഡ്രജൻ ആൾറെഡി ഉണ്ട്. പ്രപഞ്ചം മുഴുവൻ ഉള്ളൊരു വായുവാണ് ഹൈഡ്രജൻ. അപ്പോൾ എന്തുകൂടി ഉണ്ടായാൽ വെള്ളം ഉണ്ടാകും? ഓക്സിജൻ കൂടി വേണ്ടേ? ഓക്സിജൻ കൂടി വന്നപ്പോൾ ഉണ്ടായി. ഇതും അന്വേഷണം നടന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണെന്നൊന്നും ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഈ വെള്ളം എന്താണ്, ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണമെന്നൊന്നും. ഒരു കുറേ കാര്യങ്ങൾ ഇനി അറിയാൻ കിടക്കുന്നു. അതായത് ഒറ്റ കാര്യം നമുക്ക് മനസ്സിലായത്, സയൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഉള്ളവയെയും അവിടെ നടമാടുന്ന പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അറിയുക. ഇതാണ് ശാസ്ത്രത്തിൻ്റെ ജോലി. ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുക. സയൻസ് ഈസ് നോട്ട് അറ്റ് ആൾ സയൻസ് ഇഫ് ഇറ്റ് വയലേറ്റ് നേച്ചേഴ്സ് ലോ. പ്രകൃതി നിയമം ലംഘിക്കുന്ന ശാസ്ത്രം പോലുമല്ലത്. ശാസ്ത്രമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ശാസ്ത്രമല്ല.
പ്രകൃതി നിയമ അനുസൃതമായതാണ് ശാസ്ത്രീയം. പ്രകൃതി നിയമം ലംഘിക്കുന്നത് ശാസ്ത്രം പോലുമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ 40 വർഷം കഴിഞ്ഞ് തിരുത്തേണ്ടി വരിക. 40 വർഷം നിരന്തരമായി ഒരു ദോഷവുമില്ലെന്ന് മനസ്സിലാക്കിയ സാധനങ്ങൾ 40 വർഷം കഴിഞ്ഞ് തിരുത്തേണ്ടി വരുന്നതിൻ്റെ കാരണം അത് പ്രകൃതി നിയമ ലംഘനമുള്ളത് കൊണ്ടാണ്. പ്രകൃതി നിയമ ലംഘനമുള്ളത് സർവ്വതും തിരുത്തപ്പെടേണ്ടി വരും. തിരുത്തപ്പെടാതെ വ്യക്തമായി അതിൻ്റെ റീസൺ മനസ്സിലാക്കി അനുഭവിക്കുന്നതാണ് ശാസ്ത്രം. ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡം, സയൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമ അനുസൃതമായിരിക്കണം, യാതൊരു സംശയവുമില്ല. കാണുന്നത് യാഥാർത്ഥ്യമല്ല, സയൻസ് അല്ല, അനുഭവിക്കുന്നതും ശരിയല്ല, അല്ലേ? ഭൂമി കറങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ അനുഭവിക്കുന്നില്ല. സൂര്യനുദിക്കുന്നത് കാണുന്നുണ്ട്, പക്ഷേ ഇല്ല. അതായത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ചോദനകൾ, കാണുന്ന സാധനങ്ങളൊന്നും തന്നെ യാഥാർത്ഥ്യമല്ല. നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യമല്ല, അനുഭവിക്കുന്നതും യാഥാർത്ഥ്യമല്ല. ഇതിനെ പണ്ടുള്ളവർ വിളിച്ചതെന്താ? മായെന്ന് വിളിച്ച് കാണുന്നതെല്ലാം മായയാണ് എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമല്ല. ഇതിന് പിന്നിൽ ഒരു യാഥാർത്ഥ്യം മറച്ചു വച്ചിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ മറച്ചു വച്ചിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ഓഷോയുടെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വായിച്ചാൽ ആദ്യം മനസ്സിലാവില്ല. നിങ്ങൾ ഇക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓഷോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഇക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അല്ലാത്ത വായിച്ചാൽ ഒരു പിടിയും കിട്ടില്ല. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ അതൊരു നല്ല പുസ്തകമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു പുസ്തകമാണ് എന്ന് പഠിക്കുക. അതായത് ഒരുപാട് പ്രകൃതിയിൽ ഒട്ടനവധി നിഗൂഢതകൾ, രഹസ്യങ്ങളാണ്. ആ നിഗൂഢതകളുടെ പൂട്ട് തുറക്കാൻ ഇക്കോളജിക്ക് പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലെ? അതായത് അതിൻ്റെ അകത്തെ പിന്നിലെ ശാസ്ത്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇക്കോളജി എന്ന് പറയുന്നത് അനുഭവശാസ്ത്രമല്ല, അതിനു മുമ്പുള്ളൊരു ശാസ്ത്രമാണ്. ഇപ്പോൾ മോഡേൺ സയൻസ്, ആയുർവേദം, ഹോമിയോ, ഇതെല്ലാം അനുഭവശാസ്ത്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ലാബിൽ പരീക്ഷിച്ച് ദോഷമല്ല എന്നുള്ള കണ്ടിട്ട് മനുഷ്യന് കൊടുത്ത് അനുഭവത്തിൽ അത് ശരിയായി വന്നതാണ്. ഇക്കോളജി ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത ഇത് അനുഭവശാസ്ത്രം ആകേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ നമുക്ക് തീരുമാനിക്കാം, ഇന്നത് കഴിച്ചാൽ ഇന്നത് വരും. പ്രകൃതി നിയമ അനുസൃതമാണെങ്കിൽ അത് അനുഭവശാസ്ത്രത്തിലും ശരിയായി വരും. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ കുമ്മായം മാറ്റി കക്കാപ്പൊടി ആക്കിയത്. കക്കാപ്പൊടി എന്ന് പറയുന്ന സാധനം അത് ലാബിൽ പരിശോധിച്ചിട്ടല്ല ചെയ്തത്. ഇത് സാധ്യത അവിടെ ഉണ്ട്. അതായത് പ്രകൃതി നിയമം അനുസരിച്ച് ഒരു ജീവിയെയും കൊല്ലുന്നതാവരുത്. കുമ്മായം ജൈവമാണ്. കുമ്മായം ഇട്ടാലത്തെ അനുഭവം എന്താ? ജീവികൾ മണ്ണര പോലും ചത്തുപോകും. എന്നാൽ നമുക്ക് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ വേണം. എന്ത് ചെയ്താൽ മതി? ഇതേ കക്ക മെഷീനിൽ പൊടിച്ച് പൗഡറാക്കി ഇട്ട് നോക്കി, വർക്ക് ചെയ്യും. മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണിത്. നമുക്ക് ശാസ്ത്രീയമാണോ, അനുഭവ ശാസ്ത്രീയമാണോ, ലാബിൽ ശരിയാണോ എന്നുള്ള കാര്യത്തിനും മുമ്പ് തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇക്കോളജി നിയമപ്രകാരമാണെങ്കിൽ കണ്ണടച്ച് അത് ചെയ്യാം, ധൈര്യമായി അത് ചെയ്യാം. ഇക്കോളജി നിയമ അനുസൃതമാണെങ്കിൽ ധൈര്യമായി എന്തും ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് നിങ്ങൾ ലാബിൽ പരിശോധിച്ച് കൺഫേം ചെയ്യണോ? വേണ്ട. ഇപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചാൽ ഫ്രൂട്ട്സ് കൊണ്ടുപോയി ലാബിൽ പരിശോധിച്ച് കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആൾറെഡി കൺഫേംഡ് ആണ്. ഫ്രൂട്ട്സിനെ പറ്റി ചിലർ എന്നെ തർക്കിച്ചു, എൻ്റെ അടുക്കെ വന്ന് പറഞ്ഞു അവക്കാഡോ ചിലർക്ക് അലർജി ഉണ്ടാക്കും.
ഉണ്ട്. അവക്കട ചിലർക്ക് അലർജി ഉണ്ടാക്കും. അതിനാണ് പ്രകൃതിയിൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കാത്ത അവക്കട വേറെ ഉണ്ട്. പിടികിട്ടില്ലേ? അലർജി ഉണ്ടാക്കാത്ത അവക്കട ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവക്കടയെ നിഷേധിക്കലല്ല, അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങൾക്ക് മാറ്റിയെടുത്തിട്ട് എന്നാൽ ഈ അവക്കട കഴിച്ച് വരുമ്പോൾ മറ്റേ അവക്കട കഴിക്കാനും പറ്റും. അത് മുൻകൂട്ടി പറയാൻ പറ്റും. ഇക്കോളജി പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ അത് ശരിയാവുക? അത് ശരിയായിരിക്കും. കാരണം പ്രകൃതി നിയമാനുസൃതമാണോ അല്ലയോ എന്നാണ് നോക്കുന്നുള്ളൂ. പ്രകൃതി നിയമാനുസൃതമാണെങ്കിൽ ധൈര്യമായി എന്തും ചെയ്യാം. ഇക്കോളജിയുടെ അഡ്വാൻറ്റേജ് അതാണ്. ധൈര്യമായിട്ട് എന്തും ചെയ്യാം. ആ ധൈര്യത്തിന് കായിക കരുത്തുണ്ട്. കായികമായ കരുത്തുണ്ട്, മാന്ത്രിക ശക്തിയുണ്ട്, അപൂർവ സിദ്ധികളുമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇക്കോളജി ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ധൈര്യമായി അതിനെ സ്വീകരിക്കാം. കാരണം ആ ധൈര്യത്തിന് പ്രകൃതി നിയമാനുസൃതമാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ആ ധൈര്യത്തിന് മാന്ത്രിക ശക്തിയുണ്ട്, അപൂർവ സിദ്ധിയുണ്ട്, കായികമായി കരുത്തുമുണ്ട്. ഈ ഒരു ബേസിലാണ് ഞാൻ പറയുക, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഈ മൂന്നും നിശ്ചിത റേഷ്യോയിലുള്ള ഒരു ഫ്രൂട്ട് കൊടുത്താൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പൂ പോലെ മാറ്റാം. ചെയ്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി അനുഭവത്തിൽ ഇത് ശരിയാണോ ഇല്ലെന്ന് നോക്കേണ്ട ജോലി ആരുടേതാണ്? മോഡേൺ സയൻസിൻ്റെ ജോലിയാണ്, മോഡേൺ ശാസ്ത്രത്തിൻ്റെ ജോലിയാണ്. ഇക്കോളജി പറയുന്നത് അതാണ്. ഇത് ഒരു പ്രശ്നമേ അല്ല. സ്കർവി എന്ന് പറയുന്നൊരു രോഗം വ്യാപകമായി പ്രതിവിധി കണ്ടെത്താനാവാതെ വിഷമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തേലാണ് അത് ഒതുങ്ങിയത്? ആ രോഗം എന്തിലാണ് ഒതുങ്ങിയത്? വൈറ്റമിൻ ഒരു അര നാരങ്ങയിലാണ് ഒതുങ്ങിയത്. മനസ്സിലല്ലേ? നാരങ്ങ വെള്ളം കുടിച്ചാണ് ആ രോഗം ഒതുങ്ങിയത്. കാരണം ആ വിറ്റാമിൻ സി എന്ന് പറയുന്ന സാധനത്തിലാണ് അത് ഒതുങ്ങിയത്. ഇതേമാതിരി തന്നെ സ്കർവി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഇത് നമ്മൾ വായിച്ചിട്ടുള്ള സാധനമാണ്. സ്കർവി വളരെ സങ്കീർണമായി പ്രശ്നമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആരോ ഒരു ശാസ്ത്രജ്ഞനാണ് നാരങ്ങ കൊടുത്താൽ മാറും എന്ന് പറഞ്ഞത്. ഇതേമാതിരി തന്നെ ഉള്ളിതും നമ്മൾ കിടന്നുകൊണ്ട് ഒരുപാട് അങ്കലാപ്പും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കി വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. പേടിക്കാതെ കൊടുക്കുകയും ചെയ്യാം. ഫ്രൂട്ട്സാണ്, പേടിക്കാതെ നോക്കാമെന്നല്ലേ ഉള്ളൂ. ആർക്ക് വേണേലും നോക്കാം. ഒരാൾ തീരുമാനിക്കുന്നു ഇതെല്ലാം അവൈലബിൾ ആണ്. 1-ാം തീയതി, ഇന്ന് 1-ാം തീയതിയാണല്ലോ, ഇന്ന് 1-ാം തീയതി. 1-ാം തീയതി മുതൽ ഞാൻ വേവിച്ചൊന്നും കഴിക്കണില്ല. അതിനു മുമ്പ് ഇന്നലെ കംപ്ലീറ്റ് ബ്ലഡ് പരിശോധിച്ച് റെക്കോർഡ് ഫയലിൽ സ്വീകരിക്കും. കൊളസ്ട്രോള്, ഫാറ്റ്, സകലതും, ഷുഗർ, സകലതും ഫയലിൽ സ്വീകരിക്കുക, ഫയലിൽ വയ്ക്കുക, ടെസ്റ്റ് ചെയ്ത് ഫയലിൽ വയ്ക്കുക. എന്നിട്ട് 1-ാം തീയതി മുതൽ അടുത്ത 30-ാം തീയതി വരെ ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് കൃത്യമായി കഴിച്ചു നോക്കുക. പിറ്റേ ദിവസം പോയി ലാബിൽ ടെസ്റ്റ് ചെയ്യുക. പരിശോധിക്കാവുന്നതല്ലേ ഉള്ളൂ. ഡിഫറൻസ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതല്ലേ ഉള്ളൂ. പരിശോധിച്ച് നോക്കിയാൽ വിവരം മനസ്സിലാകും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതിൽ നമുക്ക് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ മുൻകൂട്ടി നമുക്ക് ഇന്നത് അനുഭവം വരും, അത് ശരിയായിരിക്കുമെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ധൈര്യപൂർവ്വം ചെയ്യാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോൾ പിടികിട്ടിയല്ലോ. സയൻസ് എന്താണെന്ന് പിടികിട്ടിയില്ലേ? പ്രകൃതിയിൽ ഉള്ളവയെയും സയൻറ്റിഫിക് ആണോ അല്ലയോ? സയൻസ് ഈസ് നോട്ട് അറ്റ് ആൾ സയൻസ് ഇഫ് ഇറ്റ് വയലേറ്റ് നേച്ചേഴ്സ് ലോ. അതായത് ശാസ്ത്രീയതയുടെ മാനദണ്ഡം ആനന്ദമാണ്. ആനന്ദം തരാത്തതൊന്നും ശാസ്ത്രീയമല്ല. അതായിരിക്കണം ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡം, അല്ലേ? വേണ്ടേ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്ത് ഗുണം ചെയ്യേണ്ടതല്ലേ? ശാസ്ത്രമാണെങ്കിൽ അത് ആനന്ദം തരുന്ന ഒന്നായിരിക്കണം. ആനന്ദം തരാത്ത ഒരു ശാസ്ത്രം ഇവിടെ ഉണ്ടെങ്കിൽ അതെന്താണത്? ശാസ്ത്രമല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും.
മാനദണ്ഡം എടുത്തിട്ട് നോക്കുക. പിടി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഡെഫിനിഷൻ കിട്ടിയോ? സാർ ചോദിച്ചു ഡെഫിനിഷൻ ആയില്ലേ? അതായത് പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം എന്താണെന്നുള്ളതാണ് ഇക്കോളജി. ആ ഇക്കോളജിയാണ് നമ്മൾ ബേസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ ആരെ എടുത്തു? ടേക്ക് ഇക്കോളജി ആസ് എ ടൂൾ ഇൻ അവർ ഹാൻഡ് ആൻഡ് വർക്ക് വിത്ത് ദ ടൂൾ. ഏതിലൊക്കെ എഴുതിയതാണ്? അതല്ലേ, ഇൻ ഫുഡ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ദെൻ നമ്മൾ ആരാകും? നോക്കിയാലേ അറിയാവുള്ളത്. we will become a tool in the hand of Almighty the God, nature. ഇതെന്ന് പറഞ്ഞത് അതായത് ഈശ്വരൻ്റെ കയ്യിലെ കരുവാകും. എഴുതിയിട്ടില്ല, സാറില്ലായിരുന്നു. ടേക്ക് ഇക്കോളജി ആസ് എ ടൂൾ. ഇക്കോളജിയെ ഒരു ടൂളാക്കി കയ്യിലെടുക്കുക, ഒരു ഉപകരണമായി കയ്യിലെടുക്കുക. ടേക്ക് ഇക്കോളജി ആസ് എ ടൂൾ ഇൻ അവർ ഹാൻഡ് ആൻഡ് വർക്ക് വിത്ത് ദ ടൂൾ. വർക്ക് വിത്ത് ദ ടൂൾ ഇൻ ഫുഡ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലൂടെ നമുക്ക് മുഴുവൻ പഠിപ്പിക്കാം. ഫുഡിലും ഹെൽത്തിലും ആദ്യം ഉപയോഗിക്കണം, ആ ശാസ്ത്രത്തെ ഉപയോഗിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് അവിടെയാണ്. ആദ്യം കൃഷിയിലാണ് അതിൻ്റെ ലാഭം. പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കുന്ന ലാബിലാണ്. ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻ കൃഷിയിൽ ചെയ്യും. ഇൻ ഫുഡ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ദെൻ വി വിൽ ബിക്കം എ ടൂൾ ഇൻ ദി ഹാൻഡ് ഓഫ് ആൾമൈറ്റി. അപ്പോൾ നമ്മൾ ആരാകും? നമ്മളാരാകും? പ്രതിനിധിയാകും. പ്രതിനിധിയാകും. അതല്ലേ പ്രാർത്ഥിച്ചേ? പ്രതിനിധിയാക്കി തരണമെന്നല്ലേ പ്രാർത്ഥന നമ്മൾ നടത്തിയത്. അപ്പോൾ നമ്മൾ പ്രതിനിധിയാണ്, ഈശ്വരൻ്റെ കയ്യിലെ പ്രതിനിധികളാണ്. ഈ ഭൂമിയിലെ ഇന്ന് ലോകം മുഴുവൻ ഭരിക്കുന്ന സകല ജനപ്രതിനിധികളും ആരാണ്? സകല ജനപ്രതിനിധികളും ആരുകൂടിയാണ്? പ്രകൃതിയുടെ പ്രതിനിധിയും കൂടിയല്ലേ? അതവർ തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലല്ലേ? നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ പ്രകൃതിയുടെ പ്രതിനിധിയും കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ലോകം നന്നായി. അവരത് തിരിച്ചറിയുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മളെന്താ ചെയ്യണം? അവരുടെ പറയണം, നിങ്ങൾ ജനപ്രതിനിധികൾ മാത്രമല്ല, നിങ്ങൾ പ്രകൃതിയുടെ പ്രതിനിധിയും കൂടിയാണ് എന്നവരെ ബോധ്യപ്പെടുത്തണം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സ്ത്രീകൾ ഡിവൈനാണെന്ന് ആദ്യം അറിയേണ്ടത് സ്ത്രീകൾ അറിയണം. അതേമാതിരി തന്നെയാണ് ജനപ്രതിനിധികൾ. അവർക്ക് ഈശ്വരൻ്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതിനിധിയും കൂടിയാണ് എന്നറിഞ്ഞാൽ, അതായിരുന്നു രാജാവ്. പണ്ട് രാജഭരണകാലത്ത് രാജാവ് ആരായിരുന്നു? രാജാവ് ആരായിരുന്നു? ജനങ്ങളുടെ പ്രതിനിധിയായിരുന്നു രാജാവ്. ഒപ്പം ആരായിരുന്നു? ഈശ്വരൻ്റെ പ്രതിനിധിയാണെന്നും കണ്ടിട്ടാണ് ഭരിച്ചത്. പിന്നെ രാജാക്കന്മാർ സുഖലോലുപതയിൽ പെട്ടുപോയി, അത് വേറെ കാര്യമാണ്. രാജഭരണത്തിൻ്റെ പ്രസക്തി അതായിരുന്നു. ഈശ്വരൻ്റെ പ്രതിനിധി ആയിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഒപ്പം ഈശ്വരൻ്റെ പ്രതിനിധിയാണ്. ആ ഒരു സംവിധാനം ഇന്നത്തെ ജനപ്രതിനിധികൾക്കൂടും കിട്ടിയാൽ പോരെ? എങ്ങനെയാണെങ്കിൽ അവർ സ്വരൂപിക്കുമോ? കോടികളുണ്ടാക്കി എവിടെയെങ്കിലും കൊണ്ട് സ്വിസ് ബാങ്കിലും എവിടെയൊക്കെ കൊണ്ട് ഇടുമോ? ഇടില്ല. ജനങ്ങളുടെയും ഈശ്വരൻ്റെയും പ്രകൃതിയുടെയും ആകണം. സകല മനുഷ്യരും അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സകല ജീവജാലങ്ങൾക്കും സന്തോഷമായിരിക്കുമോ സങ്കടമായിരിക്കുമോ? മനസ്സിലായില്ലേ? ഈശ്വരൻ്റെ പ്രകൃതിയുടെ പ്രതിനിധിയാണ് മനുഷ്യരെങ്കിൽ പന്നിയെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുമോ? പന്നിക്കും ആനയ്ക്കും എല്ലാവർക്കും തുല്യാവകാശമുണ്ടെന്നും അവരെയും കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും അവരുടെ ജീവിതത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കേണ്ട ജോലി നമ്മുടെയും കൂടി ആവില്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുക? അത് ഭയങ്കര ശല്യക്കാരനാണ്, അതിനെ വെടിവെച്ച് കൊല്ലണം. ഒരു തീരുമാനമാണ്, മലയോര മേഖലയിൽ എല്ലാവർക്കും തോക്ക് കൊടുക്കുക.
അതായിരിക്കും തീരുമാനിക്കാൻ പോണത്, അതായിരിക്കും എല്ലാവർക്കും തോക്ക് കൊടുക്കുക. എന്തായിരിക്കും സംഭവിക്കുക? പന്നി ഇല്ലാണ്ട് വരും, ആനയില്ലാണ്ട് വരും, കടുവയില്ലാണ്ട് വരും. ആനയെ മുഴുവൻ വലിയ ജീവിയാണ്, കാണാം, അത് കാരണം അങ്ങോട്ട് വെടിവെക്കാം, കൊല്ലാം. ആന ഈ ഭൂമിയിൽ നിന്നും മാറ്റിയാൽ സ്വാഭാവികമായി മാറുന്ന വേറെ നമ്മൾ ഇടപെട്ടിട്ട് ഈ ഭൂമിയിൽ നിന്നും മാറ്റിയാൽ, ഉന്മൂലനം ചെയ്താൽ, ഈ ആനയ്ക്ക് പരിഹാരം, ആന ഇല്ലാതായതിൻ്റെ കേട് തീർക്കാൻ പ്രകൃതി ചില നടപടികൾ എടുക്കും. അതല്ലേ? ആരായിരിക്കും അതിന് വരിക എന്നറിയാമോ? ആനയെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ, ആനയെ ഇല്ലാതാക്കിയത് ആരാണോ അവരെ ഇല്ലാതാക്കാൻ ഒരാൾ വരും. ആരാത്? അതാണ് വൈറസ്. മനസ്സിലായില്ലേ? വൈറസിനെ ഏത് തോക്കുകൊണ്ട് നിങ്ങൾ വെടിവെക്കും? വൈറസിനെ ഏത് തോക്കുകൊണ്ടായിരിക്കും വെടിവെക്കാൻ പറ്റുമോ? കാട് കയ്യേറിയപ്പം തൊട്ട് കാട് കയ്യേറി തുടങ്ങിയ മനുഷ്യനെ എതിർത്ത ഒരു വൈറസ് ഇവിടെ ഉണ്ട്, സൂക്ഷ്മജീവി ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? മലമ്പനി എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. 100 കണക്കിന് മനുഷ്യരെ അത് കൊന്നു, കാട് കയറിയ എല്ലാത്തിനും അത് കൊന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മനുഷ്യൻ കാട്ടിലേക്ക് കയറി. ഇനി കാട്ടിലുള്ള എല്ലാത്തിനെയും കൂടി കൊന്നു തന്നാൽ മലമ്പനി എവല്യൂട്ട് ചെയ്ത് മ്യൂട്ടേറ്റ് ചെയ്ത് ഒരു പുതിയ സാധനമായിട്ട് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും തീർക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇക്കോളജി പറയണത്. ഇക്കോളജി പറഞ്ഞു തരണത് ഇതാണ്. മര്യാദയ്ക്ക് ജീവിക്കാനേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയില്ല. മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കുക, എല്ലാ മനുഷ്യർക്കും സന്തോഷത്തോടെ ജീവിക്കണം, എല്ലാ ജീവജാലങ്ങൾക്കും സഹിക്കണം, പരസ്പരം സഹകരിച്ച് സ്വാധീനിച്ച് സഹായിച്ച്, ഇൻ്റർഡിപ്പെൻഡൻസി, പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയണില്ല. നിങ്ങൾ ആഘോഷത്തോടെ ജീവിക്കാൻ പറയുന്നു, ആഘോഷത്തോടെ ജീവിക്കാം, ആഡംബരത്തോടെ ജീവിക്കാൻ പറയുന്നുണ്ട് പ്രകൃതി. അല്ലാതെ മുറുക്കി ഉടുത്ത് ജീവിക്കാനല്ല പ്രകൃതി പറയുക. നിങ്ങൾ പട്ടിണി കിടന്ന് ജീവിക്കാനല്ല, മുണ്ട് മുറുക്കി ഉടുത്ത് തോർത്തെടുത്ത് ജീവിക്കാനല്ല. ആഘോഷത്തോടെ ആഡംബരത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാം, ആനന്ദത്തോടെ ജീവിക്കാം. ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമായി ജന്മമെടുത്ത ജീവിയാണിത്. പക്ഷേ നമ്മളിന്ന് നരകിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന പ്രകൃതി നിയമം മനസ്സിലാക്കാനോ അത് കൂട്ടാക്കാനോ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം. അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി അതിനകത്ത് വല്ല സംശയമുണ്ടോ? ഓക്കെ, ഇപ്പം പിടികിട്ടി. ഇനി നമുക്ക് പതുക്കെ നമ്മളുടെ ആവശ്യം എന്താ? നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കണം, ആവശ്യത്തിന് ഭക്ഷണം കിട്ടണം. ഈ 2 മേഖലകളിലേക്കും നമുക്ക് പതുക്കെ കൈവെക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം അനാട്ടമി ആൻഡ് ഫിസിയോളജി. MBBS ഡോക്ടർമാർ പഠിക്കണ അനാട്ടമി ഫിസിയോളജി അല്ല നമ്മൾ പഠിക്കുക. അത് പഠിച്ചാൽ തീരെയില്ലാത്തൊരു സാധനം. നേരത്തെ പറഞ്ഞില്ലേ അനാട്ടമി. അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഘടന, ശരീരഘടന, സ്ട്രക്ചറാണ് ശരീരഘടന അനാട്ടമി. ഫിസിയോളജിയോ അതിൻ്റെ ഫങ്ഷനാണ്. ഫിസിയോളജിക്കൽ ഫങ്ഷനാണ്. ഫങ്ഷൻ പഠിക്കുന്നത്. അതിൻ്റെ ഫങ്ഷൻ, പ്രവർത്തനം. അപ്പോൾ ഘടന എങ്ങനെയാണ്, പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾക്ക് ആരോഗ്യത്തിലേക്ക് കയറാൻ. നമ്മളുടേതായ ഒരു സ്ട്രക്ചറുണ്ട്, ഘടനയുണ്ട്. എന്താണ് ആ ഘടന? 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഘടന എന്നുള്ളത്? എന്താണ്? വിശ്വം താനീ ശരീരം. നമ്മുടെ സ്ട്രക്ചർ അതാണ്. നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് വിശ്വം താനീ ശരീരം. പഠിച്ചാൽ തീരുമോ? പഠിച്ചാൽ തീരില്ല. അതാണ് കുഴപ്പം. അതാണ് നമ്മളുടെ കുഴപ്പം. അത് പഠിച്ചാൽ തീരില്ല. വിശ്വം താനീ ശരീരം, പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ്
ഓരോരുത്തരും വ്യത്യസ്ത റേഷ്യോയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു, കൂട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ കൂട്ടിപ്പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പേരെന്താണ്? കൂട്ടിപ്പിടിപ്പിച്ചിരിക്കുന്ന ഇതിനെ കൂട്ടി നിർത്തിയിരിക്കുന്നു. അതായത് പ്രപഞ്ചത്തിൻ്റെ സകലതും. അങ്ങനെയാണ് എന്തൊക്കെയുണ്ട് നമ്മുടെ ഉള്ളിൽ? എന്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്? പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് നമ്മളെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പഞ്ചഭൂതങ്ങൾ 5 ഉണ്ട് ഇല്ലേ? പഞ്ചഭൂതങ്ങൾ 5 ഉണ്ട്. ചന്ദ്രനില്ലേ, സൂര്യനില്ലേ, ഭൂമിയിലുള്ള സകല മനുഷ്യരും ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ ചോദിച്ചത്, പിണറായി ഇല്ലേ, ഡ്രംപില്ലേ, സകലുണ്ട്. കാടില്ലേ, കാടുണ്ട്. കുന്നില്ലേ, മലയില്ലേ, ഹിമാലയയില്ലേ, സകല സാധനവും നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് നമ്മൾ ഓരോരുത്തരും. ഇനി നമ്മുടെ ഒരു കോശമോ, ഒരു കോശം ശരീരത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ്. ശരീരത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് കോശങ്ങൾ. നമ്മുടെ ഒരു കോശം. അപ്പോൾ ആ കോശത്തിന് എന്തൊക്കെയുണ്ട്? കണ്ണും കാതും മൂക്കും വായും വയറും തലച്ചോറും മനസ്സും ബുദ്ധിയും എല്ലാം ഉണ്ടൊക്കെ ഒരു കോശത്തിന്. ഒരു കോശത്തിന് എല്ലാം ഉള്ള ഒരു ജീവിയാണത്, ഒരു ജീവി. ഈ കോശങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു സാധനമുണ്ട് അല്ലേ? എന്തോ ഒന്നിനെ ഒരുമിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. സൗരയൂഥത്തിലെ സൂര്യൻ്റെ കേന്ദ്രമാക്കിക്കൊണ്ട് സൗരയൂഥത്തിലെ സകല ഗ്രഹങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്തോ ഒരു കാണാച്ചരടുണ്ട്. എന്താ അത്? എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടില്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നമ്മളുടെ ശരീരത്തിലെ എല്ലാത്തിനെയും കൂടി ഒരുമിപ്പിച്ച് നിർത്തണം. 53 ട്രില്യൺ കോശങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിയിരിക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. എന്താണ് ആ ശക്തി? ജീവനാണ്. ജീവനാണ് ഇതിനെ വരുത്തിയിരിക്കുക. ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണത്. അത് ഒരുമിപ്പിച്ച് നിർത്തുന്ന ആ ഒരു ഒരുമിപ്പിക്കൽ പ്രക്രിയ ഓർഗാനിക് യൂണിറ്റി എന്ന് പറയും. ഓർഗാനിക് യൂണിറ്റി, യുണൈറ്റ് ചെയ്ത് നിർത്തുന്നതിനെ ഓർഗാനിക് യൂണിറ്റി.